പരിപാടിയുടെ സാന്നിധ്യമായി നമുക്ക് കേൾക്കാൻ കഴിയുന്ന കുറേ വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ നമുക്ക് ഈ സദസ്സിനെ അലങ്കരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് കിട്ടിയിരിക്കുന്നത് VT മുരളിയെ ഈ സദസ്സിന് കിട്ടി എന്നുള്ളതാണ്. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മാത്രം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നെനിക്കറിയാം. മറ്റൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ എല്ലാം നേതൃത്വ രീതിയിലേക്ക് പങ്കുവഹിക്കുന്ന ആദരണീയനായ കവി KT സൂപ്പി മാഷാണ്. ഗദ്യഭാഷയിലും പദ്യഭാഷയിലും കവിതാഭാഷയിലും മനോഹരമായ എഴുത്തുകൊണ്ട് നമുക്ക് ഇടയിലൊരിടം നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ട KT സൂപ്പി മാഷുണ്ട്. ഒരൊറ്റ പുസ്തകം കൊണ്ട്, ഒരു പുസ്തകമാണ് അദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രശസ്തനായിരിക്കുന്നത്. തക്കിജ എന്ന് പറയുന്ന പുസ്തകം. അത് കേവലം ഒരു ഓർമ്മക്കുറിപ്പോ അനുഭവമോ മാത്രമല്ല, തീച്ചൂളയിലെ ജീവിതമാണ്. തീച്ചൂളയിലെ ജീവിതാനുഭവങ്ങളാണ് ഒരു പുസ്തകം നമുക്ക് സമ്മാനിക്കപ്പെട്ടത്. അത് ആദരണീയനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അധ്യാപകൻ ജയചന്ദ്രൻ മുഖേരിയാണ്. ഒരു സാഹിത്യ അക്കാദമി അവാർഡ് എന്നുള്ള നിലക്ക് അദ്ദേഹം ചിലപ്പോൾ മറ്റു പ്രദേശങ്ങളിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് അദ്ദേഹം ജയചന്ദ്രൻ മുഖേരി, ജയചന്ദ്രൻ മാഷാണ്. അദ്ദേഹവും ഈ സദസ്സിലുണ്ട്. കവിത വായിച്ചു കേൾക്കുന്നത് നമുക്കിഷ്ടമാണ്. എന്നാൽ കഥ വായിച്ചു കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതത്ര താല്പര്യത്തോട് കേൾക്കില്ല. എന്നാൽ കഥ വായിക്കുമ്പോൾ അത് കവിതയെപ്പോലെ മനോഹര നമുക്കായി ആസ്വദിക്കണമെങ്കിൽ അത് ദൈവസിദ്ധിയുള്ള, അങ്ങനെയുള്ള വരദാനമായി കിട്ടിയ ചില ശബ്ദമാധുര്യങ്ങളിൽ നമ്മളത് കേൾക്കണം. അങ്ങനെ ഉള്ള ഒരു വ്യക്തിത്വം നമ്മുടെ ഇടയിലുണ്ട്. ബന്ന ചേന്നമംഗലൂർ എന്ന് പറയുന്ന ആദരണീയ വ്യക്തിത്വം. അദ്ദേഹത്തിൻ്റെ കഥ പറച്ചിൽ കേട്ടാൽ നിങ്ങളോട് കഥ കേട്ടുപോകും, കഥ വായിച്ചു പോകും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ ആശംസകളിൽ ഈ പരിപാടിയെ നമുക്ക് ധന്യമാക്കുവാൻ നിരവധി പ്രതിഭാധനന്മാരായ എഴുത്തുകാരും കലാകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും ഇതിനോടൊപ്പമുണ്ട്. ഇസ്മായിൽ മെലഡി, TK ഇബ്രാഹിം തൊറാണ്ടു, ബാലൻ തളിയിൽ, അഹമ്മദ് മൂന്നാങ്കൈ, സന്ധ്യ കരണ്ടൂട്, രമേശ് ബാബു കാക്കന്നൂർ, ബിജു വളയന്നൂർ, റഫീഖുദ്ദീൻ പാലേരി, അതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവർത്തകൻ നമ്മുടെ റഫീഖ് പരപ്പമ്മൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകളുണ്ട്. ഈ സദസ്സ് ധന്യമാക്കുവാൻ ഈ പരിപാടിയുടെ അവസാനം വരെയുള്ള നിങ്ങളുടെ സാന്നിധ്യമാണ് എന്നറിയിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ഈ മഹത്തായ ചടങ്ങിൻ്റെ ഈ മനോഹരമായ സായനത്തെ ധന്യമാക്കുവാനുള്ള അധ്യക്ഷ പദവിക്ക് വേണ്ടി ആദരണീയനായ KT സൂപ്പി മാഷെ വിനയത്തോടുകൂടി ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.